എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുമ്പുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ നിലമ്പൂർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇനി ഒരു 3-4 മണിക്കൂർ മാക്സിമം നമ്മൾക്കുണ്ട്. 4 മണിക്കാണ് നമുക്ക് റിട്ടേൺ നമ്മുടെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടെ നിലമ്പൂരിൽ വന്നിട്ട് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനുള്ള അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് വലിയ ഉപകാരമുള്ളൊരു കാര്യമാണല്ലോ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കനോലി പ്ലോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്കിൻ തോട്ടം, അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവരവരുടെ പേര് മതിലിൽ എഴുതുന്ന തിരക്കിലാണ്. അപ്പോൾ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ആണ് നമ്മളെ നമ്മൾ ഇവിടേക്ക് വന്ന വഴിക്കേണ്ട നമ്മൾ കാണുന്നത്. എല്ലാവരും പിന്നെ ഒരേപോലെയാണ് ഇരിക്കുന്നത്, ഒരേ വേഷത്തിൽ. സംഗമം. ഈ ഒരു സംഗമത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറഞ്ഞുതരാൻ അറിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെള്ളമുണ്ട്. പ്രത്യേകിച്ച് മഴ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പുഴകളെ കാണുമ്പോൾ നമുക്കത് നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് നമ്മുടെ മനസ്സ് നിറയുക, അല്ലേ? പുഴയിൽ വെള്ളമില്ലാതെ കാണുമ്പോൾ അതൊരു പുഴയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമോ? ഒരിക്കലും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മഴ വലിയ ബുദ്ധിമുട്ടില്ല. ചെറിയൊരു മഴ കൊണ്ടുള്ളൊരു യാത്ര കൂടിയാണല്ലോ നമ്മൾ ഇന്നത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു വലിയ കുഴപ്പമില്ല. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാമെന്ന് പുള്ളി പറഞ്ഞു. ഒരു 600 രൂപയാണ് പുള്ളി ചോദിച്ചത്. അതെനിക്ക് തോന്നുന്നു വലിയൊരു അധികമല്ല. കാര്യം നമ്മൾ ഓരോ സ്പോട്ടിൽ നിന്നും ഓരോ സ്പോട്ടിലേക്ക് അവിടുന്ന് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി പിടിച്ചിട്ട് പിന്നെ വേറെ സ്പോട്ടിലേക്ക് പോവുക. അതിനേക്കാളൊക്കെ നല്ലത് നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ച് ഒരു നാട്ടിലത്തെ ആളാവുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്, അല്ലേ? കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. അപ്പോൾ ഇതാണ് ബംഗ്ലാവ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിട്ടുള്ള ബംഗ്ലാവാണ്. അതിൻ്റെ ഒരു ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരു നശിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവ് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയെങ്കിലും സംരക്ഷിക്കുന്നുണ്ടല്ലോ. ഇതിന് എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നത് കവളപ്പാറ കൊട്ടാരമാണ്. ശരിക്കും അത് നശിച്ചു എന്ന് തന്നെ പറയാം. ഇതേപോലെ ഇങ്ങനൊരു ടിക്കറ്റും കാര്യങ്ങളും നോക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടായി കുറച്ച് കാലം മുമ്പ് അതങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചു കാലം കൂടി നിൽക്കുമായിരുന്നു എന്ന് ഇപ്പം ഇങ്ങനെ തോന്നിപ്പോവാണ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു. ഉള്ളിൽ നിറയെ റൂമുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. നിറയെ നമ്മുടെ ഈ മലയാളികളുടെ ഒരു പ്രശ്നമാണല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്പോട്ടിൽ എന്നാലും അവിടെ ഈ പേരെഴുതുക, ചിത്രം വരയ്ക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അത് എന്താണ് അതുകൊണ്ട് ഒരു സംതൃപ്തി എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. ശരിക്കും അതൊക്കെ എത്ര മോശമായിട്ടുള്ളൊരു കാര്യം അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ കൂടെ അതും കൂടെ പറഞ്ഞു എന്നുള്ളൂ. ഇവിടേക്ക് ഈ എഴുത്തും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിറയെ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ജനലുകൾക്കാണ് ഒരു പ്രത്യേകത, നല്ല കളർഫുള്ളായിട്ടുള്ള ജനലുകൾ, അല്ലേ? ഇതൊക്കെ അന്നും ഇങ്ങനെ തന്നെയാണോ, അതോ ഈ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയതാണോ എന്നറിയില്ല. എന്തായാലും ഈ ഭാഗത്തേക്ക് അധികം ആളുകൾക്ക് പ്രവേശനമില്ല. അവിടെ ആകെ ഇങ്ങനെ കുറച്ച് ഡേഞ്ചർ സോൺ പോലെയാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോ,
കളർ, ജനലിൻ്റെ കളറാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കുറേ ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. ഈ ജനലിലൂടെ ഇങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ച് മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലാണല്ലോ. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു ബംഗ്ലാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ 1-2 വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ആകാശപാത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഒരുപാട് നടക്കാനുണ്ട്, നല്ല ഭംഗിയാണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ മഴ നിൽക്കുന്നത് കൊണ്ടേ ആകെ അന്തരീക്ഷം ഒരു മൂടിക്കെട്ടി, ഒരു എന്താ പറയുക, നമ്മൾ മൂന്നാറിലൊക്കെ പോയ ഒരു ഫീലിലാണ് ഇപ്പോൾ പ്രകൃതി നിൽക്കുന്നത്. അതെന്തുകൊണ്ടും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആകാശപാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ കൂടുതൽ ഇത് വിവരിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ആസ്വദിക്കൂ. അപ്പം നമുക്ക് ഈ ആകാശപാതയിലൂടെ നടക്കാം. തേക്ക് മ്യൂസിയത്തിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം എത്ര രൂപയാണെന്ന് അറിയില്ല കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഇനി ആ കാഴ്ചയിലേക്ക്. അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയം നിലമ്പൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലമ്പൂർ തേക്ക് എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിയവും. എൻട്രിയിൽ തന്നെ ഇങ്ങനൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ടല്ലോ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേക്ക് മ്യൂസിയത്തിൻ്റെ എൻട്രി എന്തായാലും പൊളിച്ചു. അതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത്. അതിനുശേഷം ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. തേക്കുകളുമായി ബന്ധപ്പെട്ട ചരിത്രവും തേക്കിൻ്റെ ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ തേക്ക് കൊണ്ടുണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ബാക്കി ഫർണിച്ചർ കാര്യങ്ങൾ, അതേപോലെ തന്നെ ചാർട്ടുകൾ, ചിത്രങ്ങൾ, അങ്ങനെ ഒരു മ്യൂസിയത്തിന് എന്താ പറയുക വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ 450 വർഷം നിലനിന്നിരുന്ന തേക്ക് മരം,
അതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ആ ചുവട് ഭാഗം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി വീഡിയോയിൽ അതൊക്കെ നിങ്ങൾ കാണും.
തണുപ്പാണ്. അപ്പോൾ നമ്മൾ നിലമ്പൂരിൽ വന്നു. നമ്മളെന്താണ് ആദ്യം കണ്ടത്? കനൂലി പ്ലോട്ട് കണ്ടു. അതേപോലെ തന്നെ വേറെന്താ കണ്ടത്? ബംഗ്ലാവ് കണ്ടു. ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് തേക്ക് മ്യൂസിയം. തേക്ക് മ്യൂസിയം പറയുമ്പോഴത്തേക്കും മ്യൂസിയത്തിൽ തേക്കിൻ്റെ സംഗതികൾ മാത്രമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ 4 ഭാഗത്തും കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിലമ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് 3 സ്പോട്ട് നമ്മളിന്ന് കണ്ടു. ഇനി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഷൊർണൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല മഴയുണ്ട്, മിക്കവാറും നാളെ പനിയായിരിക്കും.